H1B വിസയിൽ അമേരിക്കയുടെ ഇരട്ടത്താപ്പ് തുടരുകയാണ് എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. H1B വിസ സംബന്ധിച്ച തർക്കം തുടരുന്ന സാഹചര്യത്തിൽ വൈറ്റ് ഹൗസ് പ്രസിഡന്റ് സെക്രട്ടറി കരോലിൻ ലെവിറ്റ് ഒരു പ്രധാന പ്രസ്താവന ഇപ്പോൾ നടത്തിയിരിക്കുകയാണ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കയിൽ വിദേശ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുമ്പോൾ തന്നെ ആഭ്യന്തര ജോലികൾ സംരക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധനാണെന്ന് ലെവിറ്റ് പറഞ്ഞു. H1B വിസകളെക്കുറിച്ചുള്ള വർദ്ധിച്ചുവരുന്ന സൂക്ഷ്മ പരിശോധനയും പ്രധാന വ്യവസായങ്ങളിലെ അമേരിക്കൻ ജോലികൾ വിദേശ തൊഴിലുകൾക്ക് മാറ്റിസ്ഥാപിക്കാനുള്ള സാധ്യതയെക്കുറിച്ചുള്ള ആശങ്കകൾക്കിടയിലാണ് ഈ പ്രസ്താവന വന്നിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. വിദേശ കമ്പനികൾ അമേരിക്കയിൽ നേരിട്ട് നിക്ഷേപം നടത്താൻ ട്രംപ് ഉത്തരവിട്ടിട്ടുണ്ടെന്ന് ലെവിറ്റ് അറിയിച്ചു. നിങ്ങൾക്കിവിടെ നിക്ഷേപം നടത്താനും ബിസിനസ് നടത്താനും താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ അമേരിക്കൻ ജനതയ്ക്ക് ജോലി നൽകണം എന്ന വ്യക്തമായ സന്ദേശം ട്രംപ് ഈ വിദേശ കമ്പനികൾക്ക് നൽകിയിട്ടുണ്ടെന്ന് അറിയാൻ സാധിക്കുന്നുണ്ട്. ഒരു മാധ്യമാഭിമുഖത്തിൽ കരോലിൻ ലെവിറ്റ് ഊന്നി പറഞ്ഞത് അമേരിക്കൻ തൊഴിലാളികളെ വിദേശികളെ കൊണ്ട് മാറ്റി സ്ഥാപിക്കുന്നതിനെ ട്രംപ് അനുകൂലിക്കുന്നില്ല. അമേരിക്കൻ നിർമ്മാണ വ്യവസായം മുമ്പത്തെക്കാൾ മികച്ച രീതിയിൽ വളരുന്നുവെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നു. താരിഫുകൾ ഫലപ്രദമായി ഉപയോഗിച്ചും ആഗോളതലത്തിൽ നല്ല വ്യാപാര ഇടപാടുകൾ നടത്തിക്കൊണ്ടും പ്രസിഡന്റ് പ്രവർത്തിക്കുന്ന വിശാലമായ ഒരു തന്ത്രത്തിന്റെ ഭാഗമായാണ് ഈ നയം എന്നാണ് ലെവിറ്റ് വിശദീകരിക്കുന്നത്. വിദേശ നിക്ഷേപത്തിലൂടെ ഫാക്ടറികൾ വേഗത്തിൽ ആരംഭിക്കാനുള്ള ഒരു ആഗ്രഹവും അമേരിക്ക നിലവിൽ പ്രകടിപ്പിക്കുന്നു. H1B വിസയുമായി ബന്ധപ്പെട്ട ആശങ്കകളെക്കുറിച്ച് സംസാരിച്ച കരോലിൻ ലെവിറ്റ് H1B വിസ വിഷയത്തിൽ ഡൊണാൾഡ് ട്രംപിന്റെ കാഴ്ചപ്പാട് സൂക്ഷ്മവും പ്രായോഗികവുമാണ് എന്നാണ് പറഞ്ഞത്. വിദേശ കമ്പനികൾ അമേരിക്കയിൽ ലക്ഷക്കണക്കിന് നിക്ഷേപിക്കുകയും ബാറ്ററികൾ പോലുള്ള ഉൽപ്പന്നങ്ങൾക്കായി വിദേശ തൊഴിലാളികളെ കൊണ്ടുവരികയും ചെയ്യുന്നുണ്ടെങ്കിൽ ട്രംപ് ആ ഫാക്ടറികൾ വേഗത്തിൽ ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് അവർ വിശദീകരിച്ചു. എന്നിരുന്നാലും ഈ ജോലികളിൽ ട്രംപ് ആത്യന്തികമായി അമേരിക്കക്കാർക്ക് മുൻഗണന നൽകാൻ ആഗ്രഹിക്കുന്നുവെന്നാണ് ലെവിറ്റ് ഊന്നി പറയുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.